So, ladies and gentlemen, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബോട്ട്സ് എയർഡോപ്സ് ആൽഫ. ഇടയടയല്ലേ തുറന്നിരിക്കും കൊള്ളാല്. സോ ഹലോ ഗൈസ്, നമ്മുടെ കയ്യിൽ നിന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലുണ്ടാവും, ബോട്ട്സിന്റെ എയർപോർട്സ് ആൽഫ. സോ നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബെസ്റ്റ് എയർപോർട്സ് അണ്ടർ 1000. എല്ലാവർക്കും 3000, 4000 അതുപോലെ 2000 റേഞ്ചിലുള്ള എയർപോർട്സ് ഒക്കെ അറിയാം. കൊള്ളാം, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ 1000 രൂപയ്ക്കുള്ളിൽ ഒരു നല്ലൊരു സാധനം കിട്ടുമോ വിത്ത് എല്ലാ ഫീച്ചേഴ്സ് ഉള്ളത്? സോ ഇതിന്റെ റിവ്യൂലോട്ട് പോകേണ്ട മുമ്പാട് നമുക്ക് ഒരു അൺബോക്സിംഗ് ആയാലോ? ബാ. സോ ഗൈസ്, നമുക്ക് എത്രയും വേഗം നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. പൊതുവെ എനിക്ക് ബോട്ടിന്റെ പ്രോഡക്ട്സ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുഞ്ഞി പെട്ടിക്കകത്തൊരു ചെറിയൊരു Type-C to USB കേബിളാണ് വരുന്നത്. നീട്ടം കുറവാണ് കേട്ടോ. പിന്നെ ഈ എയർപോർട്ടിന്റെ ലെയർ മാറ്റി വയ്ക്കുവാണെങ്കിൽ ബോട്ടിന്റെ എല്ലാ പ്രാവശ്യത്തെ അൺബോക്സിങ്ങിന്റെ ഒപ്പം വരുന്ന പോലെ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ യൂസർ ഗൈഡ് മാനുവലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല രസമുള്ള സ്റ്റിക്കേഴ്സുകൾ നമുക്ക് അവിടെ ഒട്ടിക്കാം. പിന്നെ എനിക്ക് ഇത്തിരി ക്രേസ് ആയിട്ട് തോന്നിയത് ഈ ലൊട്ടാന്നുള്ള ഈ പേപ്പറിൽ കുറേ സംഭവങ്ങൾ ആഡ്സ് അവർ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കാണിക്കുന്നതിന്റെ ബാക്കിയാണോ എന്തോ. പിന്നെ ബോട്ടിന്റെ യൂസർ ഗൈഡ് മാനുവലും വാറന്റി കാർഡും മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ താരം അങ്ങനെ വെച്ചാൽ നമ്മുടെ ബോട്ടിന്റെ ഇയർപോഡ് ആൽഫ നമുക്ക് പുറത്തെടുക്കാം. സോ ഇയർപോഡ് പുറത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കേസ് നല്ലൊരു മാറ്റി ഫിനിഷിലാണ് വരുന്നത്. പിന്നെ റിംഗ് ലൈറ്റ് ഒരു ചാർജ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ബഡ്സ് എങ്ങനെ വരുന്നത് വെച്ചാൽ മാറ്റ് പ്ലസ് ഗ്ലോസി ഫിനിഷും ആണ് വരുന്നത്. പിന്നെ ഈ ഇയർബഡിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇതിന് വരുന്നത് ഡുവൽ മൈക്ക് ENX ടെക്നോളജിയാണ്. അങ്ങനെ വെച്ചാൽ നല്ലൊരു നോയിസ് ക്യാൻസലേഷൻ കിട്ടും. പിന്നെ ഈ ബഡിന് വരുന്നത് IPX5 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അങ്ങനെ വെച്ചാൽ വെള്ളത്തിൽ വീണാലൊക്കെ കേടാവും. പക്ഷെ IPX5 റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിലൊക്കെ വേർപ്പ് അങ്ങനെ വെച്ചാൽ സ്വെറ്റ് കാര്യങ്ങളൊന്നും വന്ന കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇത് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിലും ചേട്ടിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇളകി പോരെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ലൊരു അഡാപ്റ്റബിൾ ഡിസൈനാണ് ഇനി വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു കേസും അത്യാവശ്യം നല്ലൊരു പോക്കറ്റബിൾ ഡിസൈനാണ് വരുന്നത്. സോ നമുക്ക് ക്യാരി ചെയ്യാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ എയർപോർട്ടിന് ASAP ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ 120 മിനിറ്റ് പ്ലേ ബാക്ക് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. യൂസ് ചെയ്തതൊക്കെ വെച്ചിട്ട് എനിക്കും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ബാറ്ററി ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനുള്ളത്. പിന്നെ ഈ എയർപോർട്ടിന് IWP ഫാസ്റ്റ് പെയറിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ കേസ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഫോണായിട്ട് പെയർ ആവും. പിന്നെ ഇതിന് 13mm ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഈ ഇയർബഡ് ഗെയിമേഴ്സിന് വേണ്ടി 50ms ലോ ലേറ്റൻസി എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേര് ബീസ്റ്റ് മോഡ് എന്നാണ്. നമ്മുടെ റൈറ്റ് ഇയർബഡിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബീസ്റ്റ് മോഡ് എനേബിൾ ആകും. പിന്നെ ഇതിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് തന്നെ ഇതുമ്പോൾ ബഡ് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അങ്ങനെ കാര്യമായിട്ട് കിട്ടില്ല. കാരണം പുറമേ നിന്നുള്ള നോയിസ് ഉള്ളിലോട്ട് കടത്തി വിടും, അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഈ ടൈപ്പ് ഇയർബഡ് എല്ലാം ഇങ്ങനത്തെ രീതിയിലാണ് വരാം. ഓക്കെ, സോ അൺബോക്സിംഗ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. സോ ഇതിന്റെ ബാറ്ററി ലൈഫിന്റെ കാര്യം വെച്ച് നമുക്ക് ആദ്യം തുടങ്ങാം. ഒരു എയർപോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബാറ്ററി ലൈഫ് ആണല്ലോ. ഇതിന്റെ ബാറ്ററി ലൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദിവസമൊക്കെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഫുൾ ടൈം ഇങ്ങനെ വെച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ആളല്ല. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മാക്സിമം ലിമിറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് എൻ്റെ ഒരു ഡെയിലി യൂസേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ ബാറ്ററി അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല. ഇപ്പൊ ഫോണിന്റെ ഇടയിൽ ചാർജ് ചെയ്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. എയർപോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ട് ആണല്ലോ മെയിൻ. സോ ഇതിന്റെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോട്ട്സിന്റെ ഒരു സിഗ്നേച്ചർ സൗണ്ട് ആണ് വരുന്നത്. ബോട്ടിന്റെ ഒരു സിഗ്നേച്ചർ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഹൈ, മിഡ്, ലോ എല്ലാം പെർഫെക്റ്റ്ലി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. സോ ഇതിന്റെ വോക്കൽസ് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ട്യൂൺ ചെയ്ത് വെച്ചേക്കണം. അതുപോലെ ബേസും കാര്യങ്ങളെല്ലാം നല്ല സുഖമാണ് കേൾക്കാൻ. ചെവിക്ക് അങ്ങനെ വേദന വരുന്ന ടൈപ്പ് സൗണ്ട് ഒന്നല്ല, എല്ലാം നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇതിന്റെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതെനിക്ക് പറയാനുള്ളത്. ഇതിന്റെ സെൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ സെൻസർ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സെൻസേഴ്സിന്റെ ചില നേരത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കിടക്കുന്ന നേരത്തൊക്കെ പാട്ട് കേൾക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, ഞാനതിനൊട്ടും പ്രൊമോട്ട് ചെയ്യാത്തൊരു സംഭവമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ശീലം ഉള്ളവർക്കാണെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കോളൊക്കെ ചെയ്യാൻ നേരത്തോ അതുപോലെ ഇപ്പൊ പാട്ടൊക്കെ കേട്ട് കിടക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കിടന്ന് ഇങ്ങനെയൊക്കെ തിരിയാൻ നേരമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ കോള് കട്ടാവും, അല്ലെങ്കിൽ പാട്ട് മാറും, അല്ലെങ്കിൽ പാട്ട് ഓഫ് ആവും, എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. അതാണ് ഇങ്ങനത്തെ സെൻസേഴ്സിന്റെ ഇഷ്യൂ. അത് മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇയർപോഡ്സിനോട് ഒരു പോരായ്മയായിട്ട് പറയാനുള്ളൂ. നമുക്ക് ഇതിന്റെ കുറച്ച് കളർ വേരിയൻസിനെ കുറിച്ച് പറയാം. സോ ഇതിന്റെ കളർ വേരിയന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ വെള്ളം എടുത്തത് കാരണം എന്റെ ഫോണായിട്ട് നല്ലോണം മാച്ച് ആവുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും വെള്ളം പിടിക്കണമെന്നില്ല, കാരണം നല്ലോണം അഴുക്കാവാൻ ചാൻസ് ഉണ്ട്, പൊന്നു പോലെ സൂക്ഷിക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് ബ്ലാക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ ടൈപ്പ് കളർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് പോയി മേടിക്കാം. സോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വേരിയന്റ് എന്ന് വെച്ചാൽ വൈറ്റ് ആണ്. ബിക്കോസ് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ബോട്ട്സിന്റെ ബിൽഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. മറ്റേ ചില ലോ ക്വാളിറ്റി എയർപോർട്സ് പോലെ കുലുക്കും ചെയ്യാം, ഒച്ചേറിന് ഇഷ്യൂസ് ഒന്നുമില്ല. വേണ്ട, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. മറ്റേ ലോ ക്വാളിറ്റി എയർപോർട്സിലൊക്കെ എനിക്ക് ഇപ്പോഴും അനുഭവം ഉണ്ട്. അവരെ പേടിച്ചിട്ട് കിലിങ്ങുന്നൊരു അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, കിലിങ്ങുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. പക്ഷെ ഇതിനങ്ങനത്തെ
കുലുങ്ങണോ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ക ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ബോട്ട്സിന്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത് ഇതിന്റെ ബോട്ട്സിന്റെ ഒരു സിഗ്നേച്ചർ സൗണ്ട് ക്വാളിറ്റിയാണ്. അതോ ഹൈസും ലോസും മിഡും എല്ലാം പക്ക സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടുക. അപ്പോൾ ഈ സംഭവം കുറച്ച് ദിവസം യൂസ് ചെയ്തൊരു അനുഭവം വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇന്നിയർ ബഡ്സ് അങ്ങനെ വെച്ചാൽ ഇതിങ്ങനത്തെ മറ്റേ ബഡില്ലാത്ത ടൈപ്പ് ആണ് നിങ്ങൾക്ക് അത് ഇഷ്ടമെങ്കിൽ യു വുഡ് ഡെഫിനറ്റ്ലി ലവ് ദിസ് ഐറ്റം. കാരണം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ സംഭവം നൈസാണ്. പിന്നെ ഇത് ചെവിട്ടിലിരിക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ പോരാമായിട്ട് തോന്നിയത് ഇന്നിയർ ഡിറ്റക്ഷൻ ഇല്ല. അങ്ങനെ ചിലപ്പോൾ ചെവിട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണോ അല്ലയോ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല, അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഓഫ് ആവും, അത് നമ്മൾ ഇവിടെ പിടിച്ചെടുത്താൽ മാത്രം. അങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ ഉള്ളൂ. പിന്നെ ഇതങ്ങനെ ചെവിട്ടിൽ വെക്കുമ്പോൾ വേദന കാര്യങ്ങളൊന്നുമില്ല. സോ ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിന് ബഡ് ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തെ നോയ്സ് വലിയ കാര്യത്തിൽ ഇത് ക്യാൻസൽ ചെയ്യില്ല, എന്നാലും അത്യാവശ്യത്തിന് ഇത് ക്യാൻസൽ ചെയ്യും. സോ ഗൈസ്, ഈ ബോട്ട്സ് എയർഡോപ്സ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഇയർപോഡിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു വാച്ച് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി വാച്ച് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിന്റെ ക്ലോണാണ്, പക്ഷേ വാല്യൂ ഫോർ മണിയാണ്. ആ പ്രൈസിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സാധനം കിട്ടും. സോ ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ പൊക്കോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേറെ വല്ല പ്രൊഡക്ട്സിന്റെ റിവ്യൂ ഒക്കെ കാണുന്നെങ്കിൽ സൈഡിൽ വേറെ കുറച്ച് വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഇതുപോലത്തെ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.